മടി എന്ന ഒരു കാര്യമേ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഡെയിലി വൺ സ്റ്റെപ്പ്. രാവിലെ നിങ്ങൾ നിങ്ങളുടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന വലിയൊരു സാഹസികതയെ പൊതുവെ മടി എന്ന് പറയുന്നു. എന്നാൽ അത് മടിയല്ല, നമ്മുടെ ബ്രെയിന് കാണിക്കുന്ന ഒരു പ്രതിരോധ മാർഗമാണ്. നമ്മളിപ്പോൾ വലിയ ഒരു മൗണ്ടനെ തല ഉയർത്തി നോക്കിയാണെന്ന് വിചാരിക്കൂ. സ്വാഭാവികമായും നമ്മുടെ കഴുത്തിന് വേദന അനുഭവപ്പെടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നും, ഇത്ര ദൂരം പോകണമോ എന്ന ചിന്ത. ആ ചിന്തയാണ് മല കയറുന്നതിൽ നിന്നും നമ്മളെ തടുക്കുന്നത്. ആ സമയം പോകുന്ന പാത മാത്രമാണ് മുന്നിൽ വരുന്നത്. എത്തിച്ചേരുന്ന മനോഹരമായ കാഴ്ചകളെക്കുറിച്ച് നാം മറക്കുന്നു. ഒരു ശില്പി പാറക്കല്ലിൻ്റെ ഉറപ്പും തൻ്റെ കൈയുടെ വേദനയും മാത്രം ചിന്തിച്ചെങ്കിൽ ഒരിക്കലും ഒരു പാറയും ഇന്നുവരെ മനോഹരമായ ശിലയായി മാറില്ല. എന്നാൽ ആ ശില്പിയുടെ ചിന്തകൾ മുഴുവൻ പാറയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശിലയെ മാത്രം കാണുക എന്നതാണ്. ആ രൂപം പുറത്തേക്ക് വരുന്ന ദിവസം ആലോചിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള ഉളി തൂവൽ കണക്കെ ലൈറ്റായി മാറുന്നു. ഇപ്പോൾ ദൂരങ്ങൾ താണ്ടി തൻ്റെ കാമുകിയെ കാണാൻ പോകുന്ന ഒരു കാമുകന് ഒരിക്കലും തൻ്റെ കാലുകളെ വേദന അറിയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ മനസ്സ് മുഴുവൻ അവളെ കാണുക എന്ന ഒറ്റ ചിന്തയിൽ ലയിച്ചു കിടക്കുന്നു. പോകുന്ന വഴിയിലുള്ള ഏതൊരു തടസ്സവും അവൻ്റെ കണ്ണിൽ കാണില്ല. കാരണം അവൻ്റെ കണ്ണുകൾ പോയി ചേരുന്നിടത്താണുള്ളത്. ആ സമയത്ത് കാലുകൾ താനേ നീങ്ങുന്നു. ഇത് നിങ്ങൾക്കെല്ലാം അനുഭവം ഉണ്ടായിരിക്കും. നാം ചെയ്യുന്ന ജോലിയിലെ ബുദ്ധിമുട്ട് മാത്രം ചിന്തിച്ചിരുന്നാൽ അവിടെയാണ് നമ്മുടെ തോൽവി. നമ്മുടെ ബ്രെയിൻ ആ ചിന്തയിൽ തന്നെ കുടുങ്ങിക്കിടക്കും. ബ്രെയിൻ അത് നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, അതാണ് മടി. എന്നാൽ ആ ജോലിക്ക് ശേഷം നമുക്ക് ലഭിക്കുന്ന വിജയം ചിന്തിച്ചു നോക്കൂ. ആ രുചി നിങ്ങളുടെ നാവിൽ അലിഞ്ഞാൽ പ്രവൃത്തികൾ കയ്പുനീര് പോലെ തോന്നില്ല, മറിച്ച് തേൻ പോൽ മധുരിക്കും. മടി മാറ്റാനുള്ള മറ്റൊരു മാർഗമാണ് അച്ചടക്കം. അച്ചടക്കം എന്നത് നമ്മളെ നമ്മൾ തന്നെ ചാട്ടവാറുകൊണ്ടടിച്ച് വേദനയോട് മല്ലടിക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്ന ഒന്നാണ്. ഏതുപോലെന്നാൽ മുള്ളുകളെ മാറ്റി നിർത്തി റോസാപ്പൂവിനെ കാണുന്നത് പോലെ, വിയർപ്പുതുള്ളികൾ എണ്ണി നോക്കാതെ വിജയം ആസ്വദിക്കുന്നത് പോലെ. കഠിനമായ പ്രയത്നമല്ല വേണ്ടത്, മറിച്ച് തെളിവായ കാഴ്ചപ്പാടാണ്. കുന്നുകൾ കയറുന്നതിന് മുന്നേ എത്രമാത്രം കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് ചിന്തിക്കാതെ നിങ്ങൾ എത്തിച്ചേരുന്ന ഉയരത്തിൽ നിന്ന് കിട്ടുന്ന കാറ്റ് എത്രമാത്രം ആസ്വാദകരമാണെന്ന് മാത്രം ഓർക്കുക. എപ്പോഴാണ് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഭാരം നിങ്ങളുടെ മടിയുടെ ഭാരത്തേക്കാൾ ലൈറ്റായി അനുഭവപ്പെടുന്നത്? അപ്പോൾ ആ സമയം മുതൽ നിങ്ങൾ നടക്കില്ല, പറക്കാൻ തുടങ്ങും. അപ്പം എങ്ങനെയാ, ഒരുമിച്ച് പറക്കാൻ തയ്യാറല്ലേ? കമൻറ്റിൽ പറയൂ. മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. ഇത് ഡെയിലി വൺ സ്റ്റെപ്പ്, ചെറിയ ചുവടുകളിൽ വലിയ വിജയം.